എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഒരു മലബാർ സ്റ്റൈലിലാണ് നമ്മൾ ഈ ബിരിയാണി ചെയ്തിരിക്കുന്നത്. ഈ ബിരിയാണിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ ചേർക്കുന്ന മസാലയാണ്. അതിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, കാശ്മീരി ചില്ലിയോ എരിവുള്ള മുളക് പൊടിയോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബിരിയാണി മസാല അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബിരിയാണി മസാല ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വിശദമായിട്ട് നമ്മുടെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റിൽ പിൻ ചെയ്തും വെക്കാം. അപ്പോൾ ഈ ബിരിയാണി മസാല ചേർക്കുമ്പോഴാണ് ബിരിയാണിക്ക് ഒരു എക്സ്ട്രാ ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇവിടുത്തെ ഉപ്പ് ഒരുപാട് ഇട്ടാലും അധികം ഉപ്പുണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ ചേർത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഉപ്പിൻ്റെ കാഠിന്യം അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് അരിയില്ലാതെ പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് പുരട്ടി വെക്കുക. ഇത് നമ്മൾ തലേദിവസം തന്നെ ഇങ്ങനെ പുരട്ടിയിട്ട് നോർമൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കനിലേക്ക് ഈ മസാലയൊക്കെ ഇറങ്ങി ചിക്കൻ നല്ല സോഫ്റ്റായിട്ടിരിക്കും നമ്മൾ ഫ്രൈ ചെയ്തെടുത്താലും. ഇനി നിങ്ങൾക്ക് ഒത്തിരി സമയമില്ലാന്നുണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ റെഡിയാവുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാഷ്യൂ നട്ട്സും അതുപോലെ മുന്തിരിങ്ങ പിന്നെ ഉള്ളി ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രൈ ചെയ്യുന്ന ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും, റിഫൈൻഡ് ഓയിലാണ്. അപ്പോൾ അതൊരു 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടായി വന്നാൽ ഇതിലേക്ക് കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ മുന്തിരിങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറം ആക്കിയെടുക്കുക. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. മുന്തിരിങ്ങയൊക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്, നമുക്ക് കോരി മാറ്റാം. ഇനി നമ്മൾ ഉള്ളിയൊക്കെ ഓൾറെഡി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ മൊത്തത്തിൽ നമ്മളൊരു 5 സവാളയാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ 1 സവാള കനം കുറച്ചരിഞ്ഞത് ഇതിലിട്ട് നമുക്ക് വറുത്തെടുക്കണം. ഈ ഉള്ളി വറക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഒരുപാട് കരിഞ്ഞു പോയാൽ ബിരിയാണിയുടെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് നമ്മളിതിങ്ങനെ ഇളക്കി വറുത്തെടുക്കുക. അതുപോലെ ഇതിൽ ഒരുപാട് ബ്രൗൺ ആയിട്ട് കോരാൻ നിൽക്കേണ്ട, ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ തന്നെ നമുക്കിത് കോരി മാറ്റാം. കാരണം ഇതാ ഒരു പാത്രത്തിലിരുന്ന് വീണ്ടും ഒന്നുകൂടെ ഒന്ന് കളറാകും. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റാം. അപ്പം ഉള്ളി നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കാൻ പോകുന്നത്. ഉള്ളി വറുത്ത എണ്ണ ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ചിക്കനിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. 3-4 ബാച്ചസ് ആയിട്ടാണ് ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ എയർ ഫ്രൈ ചെയ്തെടുത്താലും മതി. അപ്പം 4 തവണകളായിട്ട് അത്യാവശ്യം കുക്ക് ചെയ്തിട്ട് തന്നെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഹാഫ് കുക്ക്ഡൊന്നും അല്ല, നന്നായിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്ത് എടുക്കാം. തിരിച്ച് മറിച്ച് വിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ആ എണ്ണയിൽ നിന്ന് നമ്മളൊരു പകുതി എണ്ണ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 1.5 കുടം വെളുത്തുള്ളി, പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് കുറച്ചൊന്ന് മാറ്റി വെക്കാം. ഇത് ഇത്രയും പൊടിയായിട്ട് അരിഞ്ഞാണ്, കുറച്ച് മാറ്റി വെക്കാം. അത് നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ ചേർക്കാനാണ്. അപ്പോൾ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കി സവാളകളും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. ഒരു വലിയ 4 സവാള ചോപ്പറിലാണ് നമ്മളിത് സ്ലൈസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല തിന്നായിട്ട് കിട്ടും. ഇതിലേക്ക് വേവാനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതേ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് പല ടൈപ്പിൽ ബിരിയാണീസ് ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോസ് നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് കാണാൻ താല്പര്യമുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇതുപോലെ ലോങ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബിരിയാണി മസാലയാണ് ചേർക്കുന്നത്. ഈ ബിരിയാണി മസാലയിൽ മല്ലി, മുളക്, ഇതിന് വേണ്ട എല്ലാ സാധനങ്ങളും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് വേറെ പൊടികളൊന്നും നമുക്കിതിലേക്ക് എക്സ്ട്രാ ആയിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. 3 ടീസ്പൂൺ ബിരിയാണി മസാല, പിന്നെ 2 വലിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ തക്കാളി വേവാനായിട്ട് നമുക്കിത് ഒന്ന് അടച്ചു വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മളിത് അടച്ചു വെക്കുന്നുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് ആവി കയറി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തവി വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഇനി ബിരിയാണിയിൽ നമ്മൾ തൈര് ചേർക്കും. നല്ല കട്ട തൈരാണ് എപ്പോഴും ചേർക്കാൻ നല്ലത്, അധികം പുളിയില്ലാത്തത്. തക്കാളിയിൽ അത്യാവശ്യം പുളി ഉണ്ടാകും. ഒരു 3 ടേബിൾ സ്പൂൺ കട്ട തൈര് നമ്മൾ ചേർക്കുന്നുണ്ട്. ഗ്രീക്ക് യോഗട്ടോ, ഇനി കട്ട തൈരല്ല ഇച്ചിരി ലൂസായിട്ടുള്ള തൈരാണെങ്കിലും കുഴപ്പമില്ല. തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിയില, പുതിനയില അതൊക്കെ വെള്ളത്തിലിട്ട് വെക്കുക. അഴുക്കൊക്കെ കളഞ്ഞെടുത്തിട്ട് അരിഞ്ഞ് മാറ്റി വെക്കാം. അപ്പോൾ അത് നമ്മളിതിലേക്ക് പകുതി ഇപ്പോൾ ചേർക്കുന്നുണ്ട്. ബാക്കി നമുക്ക് റൈസ് ലെയർ ചെയ്യാൻ നേരത്ത് ചേർത്ത് കൊടുക്കാം. തൈരും കൂടെ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്ക് എണ്ണയൊക്കെ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞ് വരും. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മല്ലിയില, പുതിനയില പകുതി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ചുകൂടെ വേണമായിരുന്നു, അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം.
മല്ലിയില പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്യുമ്പോൾ ആ റൈസൊക്കെ ഒന്ന് മോയിസ്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ ബിരിയാണി മസാലയിൽ കുറച്ച് ഗ്രേവി വേണം, അപ്പോഴാണ് ആ മോയിസ്റ്റ്നെസ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ചിക്കൻ എടുത്തിരിക്കുന്നത്. അപ്പം ഇതിൽ വെള്ളത്തിൻ്റെ അംശം വളരെ കുറവാണ്. അപ്പോൾ നമ്മളൊരു 3/4 കപ്പ് വെള്ളം നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴാണ് ഒരു ഗ്രേവി കിട്ടുന്നത്. ഇനി ഇത് നന്നായിട്ട് മസാല ചിക്കനിലൊക്കെ പിടിക്കാനായിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് റൈസ് വേവിക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടീസ്പൂൺ നെയ്യും പിന്നെ മുഴുവനുള്ള ഗരം മസാലകളും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ കുറച്ച് സവാളയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ക്യാരറ്റ് പൊടിയിട്ട് അരിഞ്ഞൊക്കെ ചേർക്കാവുന്നതാണ്. ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്കിനി വെള്ളം ചേർത്ത് കൊടുക്കാം. 4 കപ്പ് അരിയാണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 7.5 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. 4 കപ്പിന് 8 കപ്പ് വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എടുക്കുന്ന റൈസിന് അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇന്ത്യ ഗേറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ജീരകശാല അരി നമ്മൾ 1 മണിക്കൂർ നേരം കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് റോസ് വാട്ടറും കൂടി ചേർക്കുന്നുണ്ട്. ഒരു സ്പെഷ്യൽ ഫ്ലേവർ കൊടുക്കും ബിരിയാണി റൈസിന്. പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. വെള്ളത്തിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരിയും കൂടെ ചേർക്കാം. ഈ അരിയും വെള്ളം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട്. നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ അടച്ചു വെക്കാം. അതിനുശേഷം നമ്മൾ തീ പകുതിയാക്കിയതിന് ശേഷം വീണ്ടും ഒരു 10 മിനിറ്റ് ചെറുതീയിൽ കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇത്രയും വെള്ളമൊക്കെ കാണും. ഇനി ഇത് അടച്ചു വെച്ച് വീണ്ടും ചെറിയ തീയിൽ ഒരു 10 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് റെഡിയാവും. നല്ല സോഫ്റ്റായിട്ട് ഒന്നിൽ തൊടാതെ ഇങ്ങനെ പെർഫെക്റ്റായിട്ട് റൈസ് കിട്ടും. ഇനി നമുക്ക് ദം ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു ചിക്കൻ്റെ കുറച്ച് ഓയിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഓയിൽ അവസാനം കുറച്ചൊന്ന് ലെയർ ചെയ്ത് കൊടുത്തിട്ട് ആദ്യം നമ്മൾ കുറച്ച് റൈസാണ് എടുക്കുന്നത്. സാധാരണ തലശ്ശേരി ബിരിയാണിയുടെ കൂട്ട് ഏറ്റവും അവസാനം ചിക്കനും പിന്നെ മുകളിൽ റൈസും അല്ല, നമ്മളിങ്ങനെ റൈസ് ചിക്കൻ അങ്ങനെയാണ് ഈ ബിരിയാണി ഞാൻ സാധാരണ ലെയർ ചെയ്യുന്നത്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, കാഷ്നട്ട്സ്, മുന്തിരിങ്ങ, പുതിനയില, മല്ലിയില, പിന്നെ കുറച്ച് ഗരം മസാല. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി പാലിൽ കലക്കി കളറിന് വേണ്ടിയൊക്കെ ഒഴിക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മസാലയിൽ നിന്നും കുറേശ്ശെ എടുത്ത് ലെയർ ചെയ്ത് കൊടുക്കുക. ആ ഒരു ഗ്രേവിയോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിക്കാൻ മറക്കരുത്. അപ്പോഴാണ് റൈസൊക്കെ നല്ല മോയിസ്റ്റായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുന്നത്. ഇനി റൈസും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ സാധാരണ ബിരിയാണി ലെയർ ചെയ്യുന്ന പോലെ ഇത് ലെയർ ചെയ്ത് എടുക്കാം. ഇത് ഇനി ദം ചെയ്യണം. ദം ചെയ്യാനായിട്ട് നമ്മൾ ദോശത്തവയുടെ മുകളിൽ നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടൊരു 15 മിനിറ്റ് നേരം ദം ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഓവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റായി കിടക്കുന്ന ഓവനിലേക്ക് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ദം ചെയ്തെടുക്കാവുന്നതാണ്. ഓവനിൽ ദം ചെയ്യുമ്പോൾ മുകളിൽ നിന്നും കൂടെ ചൂട് കിട്ടും. അപ്പോൾ ഒന്നുകൂടെ നല്ലൊരു ഫ്ലേവറൊക്കെ ഇതിലേക്ക് ഇറങ്ങിക്കിട്ടും. അപ്പം ഏറ്റവും മുകളിൽ ബാക്കിയുള്ള ചിക്കനും കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് റൈസ് ലെയർ ചെയ്യാം. പിന്നെ നമ്മളെപ്പോഴും നമ്മുടെ കേരള സ്റ്റൈൽ ചിക്കൻ ബിരിയാണി തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ഈ കുങ്കുമപ്പൂ ഇട്ട പാലൊഴിക്കുമ്പം വേറൊരു ടേസ്റ്റായി പോകും. അതൊരു ഹൈദരാബാദി ഒരു നോർത്ത് സ്റ്റൈലിലൊരു ടേസ്റ്റായി മാറും. അപ്പോൾ ഞാൻ സാധാരണ നമ്മുടെ കേരള സ്റ്റൈലിലുള്ള ബിരിയാണി തയ്യാറാക്കുമ്പം കുങ്കുമപ്പൂവിൽ പാല് മിക്സ് ചെയ്തിട്ട് ഇടാറില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ നമ്മൾ ഈ ഇവിടെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഫ്രൈഡ് ഓയിലുള്ളത് കൊണ്ട് ആ ഓയിലാണ് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് അലുമിനിയം ഫോയിലിന് മുന്നായിട്ട് ആദ്യം ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ അലുമിനിയം ഫോയിൽ കവർ ചെയ്യുന്നത്. അലുമിനിയമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടച്ച് വെച്ചിട്ട് നമുക്ക് പ്രീ ഹീറ്റായി കിടക്കുന്ന അവനിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്കിത് ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ബിരിയാണി ദമ്മായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടൊക്കെ ആറിയതിന് ശേഷം തുറന്ന് നോക്കാം. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. അപ്പോൾ ഇത് നമുക്കിനി ഒരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളിതൊന്ന് പാക്ക് ചെയ്യാണ്, ഒരു സ്ഥലം വരെ പോകാനാണ്. അങ്ങനെ ബിരിയാണി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ബിരിയാണി മസാലയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതാണ്. എല്ലാവർക്കും താങ്ക് യു.